ഇന്ത്യൻ ആർമി ഇനി ഗൂർഖയുടെ കൈകളിൽ സുരക്ഷിതം. സേനയുടെ ഭാഗമാകുന്നത് 3000 ഫോഴ്സ് ഗൂർഖകൾ. മികച്ച പെർഫോമൻസ് ഉള്ള ധാർ റോക്സിനെയും മാരുതി ജിംനിയെയും ഗൂർഖ പിന്തള്ളിയതെങ്ങനെ? ലൈറ്റ് യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെന്റിലേക്കാണ് ഇന്ത്യൻ ആർമി ഫോഴ്സ് ഗൂർഖ ലൈറ്റ് സ്ട്രൈക്ക് വെഹിക്കിളിന്റെ 2978 യൂണിറ്റുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിരവധി ടെസ്റ്റുകൾക്കൊടുവിലാണ് സൈനിക ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ സാധാരണയായി തിരഞ്ഞെടുക്കുക. വിവിധ ടെറൈനുകളിലേക്ക് തിരഞ്ഞെടുക്കുന്ന വാഹനങ്ങൾ തമ്മിൽ പലപ്പോഴും കമ്പാരിസണും സാധ്യമല്ല. ഉദാഹരണത്തിന് ലേ സിയാച്ചിൻ പോലുള്ള പ്രദേശങ്ങളിൽ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എപ്പോഴും പെട്രോൾ എഞ്ചിനായിരിക്കും. പെട്രോളിന്റെ ഫ്രീസിംഗ് പോയിന്റ് വളരെ താഴെ ആയതിനാലാണ് മാരുതി സുസുക്കിയുടെ ജിപ്സി പോലുള്ള വാഹനങ്ങൾ തണുത്ത പ്രദേശങ്ങളിൽ ഉപയോഗിച്ചു വരുന്നത്. പാറക്കൂട്ടങ്ങളും ഉറപ്പില്ലാത്തതുമായ ഓഫ് റോഡുകളിലേക്ക് എപ്പോഴും തിരഞ്ഞെടുക്കുക ഉയർന്ന ടോർക്ക് ലഭിക്കുന്ന കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് നൽകുന്ന ഡീസൽ വാഹനങ്ങളായിരിക്കും. ഇനി ഫോഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ആർമിയും ഫോഴ്സുമായുള്ള ബന്ധം ആരംഭിക്കുന്നത് 1958-ലാണ്. ഫോഴ്സ് ഇന്ത്യയിൽ അവതരിപ്പിച്ച 3 വീലർ പിക്കപ്പ് മുതൽ 1969-ലെ മെറ്റഡോർ വാനും മെഴ്സിഡീസ് എഞ്ചിനിൽ പുറത്തിറക്കിയ TN ബസ് ഉൾപ്പെടെ ഇപ്പോഴത്തെ ഗൂർഖയുടെ 90കളുടെ അവസാനം പുറത്തിറങ്ങിയ ആദ്യ വെർഷൻ ഉൾപ്പെടെ സൈന്യം വിവിധ സെഗ്മെന്റുകളിലായി ഉപയോഗിച്ചു വന്നിരുന്നു. സൈന്യത്തിനായി നിർമ്മിച്ചു നൽകുന്ന വാഹനങ്ങളും സിവിലിയൻ പർപ്പസിനായി പുറത്തിറക്കുന്ന വാഹനങ്ങളും തമ്മിൽ വ്യത്യാസങ്ങൾ ഏറെയാണ്. ബുള്ളറ്റ് പ്രൂഫ് ടയേഴ്സ്, അപ്ഗ്രേഡ് ചെയ്ത ടോർക്ക് എന്നിങ്ങനെ കൂടുതൽ ഫീച്ചേഴ്സിൽ പുറത്തിറക്കുന്ന വാഹനങ്ങളിൽ വിവിധ സീക്രട്ട് ഫീച്ചേഴ്സും ഉണ്ടെന്നതാണ് ഇതിന്റെ സവിശേഷത. താർ റോക്സിനേക്കാളും ജിംനിയേക്കാളും ഗൂർഖ മികച്ചതാകുന്നത് എങ്ങനെയാണ്? മഹീന്ദ്ര താർ റോക്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2.2 ലിറ്റർ എഞ്ചിനാണ്. ജിംനിയിലേക്ക് വരുമ്പോൾ 1.5 ലിറ്റർ എഞ്ചിനും ഫോഴ്സ് ഗൂർഖയിൽ 2.6 ലിറ്റർ OM 616 ഡീസൽ എഞ്ചിനുമാണ്. വാഹനത്തിന്റെ പവറിലേക്ക് വരുമ്പോഴും താർ റോക്സ് 130 bhp കരുത്തും ജിംനിക്ക് 105 bhpയും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമ്പോൾ ഗൂർഖ 140 bhp ഉത്പാദിപ്പിക്കുന്നു. 3 വാഹനങ്ങളിലും ടേണിംഗ് റേഡിയസിൽ ഗൂർഖയാണ് മുൻപന്തിയിലുള്ളതും. വാഹനത്തിന്റെ വലിപ്പം നോക്കുമ്പോൾ താറിന്റെ നീളം 3.98 മീറ്ററും ജിംനിയുടേത് 3.95 മീറ്ററുമാണ്. 4.74 മീറ്റർ നീളമുള്ള ഗൂർഖയാണ് വലിപ്പത്തിലും മുന്നിൽ. കൂടുതൽ അമ്യൂണേഷൻ സാധ്യമാകുന്നതും സൈനിക ആവശ്യങ്ങൾക്ക് ഗൂർഖയെ തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണമാണ്. മഹീന്ദ്ര ധാർ 650 മില്ലിമീറ്റർ വെള്ളത്തിലൂടെ ഓടിക്കാൻ സാധിക്കുമ്പോൾ ജിംനിക്ക് 400 മില്ലിമീറ്റർ വെള്ളത്തെ മാത്രമേ അതിജീവിക്കാൻ സാധിക്കൂ. ഗൂർഖയ്ക്ക് 800 മില്ലിമീറ്റർ വരെയാണ് പരിധി. അതായത് അനായാസം ചെറുപുഴകളും തോടുകളും മുറിച്ചു കടന്ന് മുന്നേറാം. വാഹനത്തിന് വഹിക്കാൻ സാധിക്കുന്ന ഭാരം അഥവാ പേലോഡ് കപ്പാസിറ്റി നോക്കിയാൽ ധാറിന് 600 കിലോഗ്രാമും ജിംനിക്ക് 400 കിലോഗ്രാമുമാണ്. അതേസമയം ഗൂർഖയ്ക്ക് 1050 കിലോഗ്രാം ഭാരം വരെ വഹിക്കാൻ സാധിക്കും. വാഹനത്തിന് വലിക്കാൻ സാധിക്കുന്ന ഭാരം അഥവാ ടോയിങ് കപ്പാസിറ്റിയിൽ ധാറിന് 750 കിലോഗ്രാം ഭാരം വരെ വലിക്കാൻ സാധിക്കും. ജിംനിക്കാവട്ടെ 500 കിലോയും. എന്നാൽ ഗൂർഖയ്ക്ക് 3 ടൺ ഭാരം വരെ വലിക്കാൻ സാധിക്കും. മെഴ്സിഡീസിന്റെ 2.6 ലിറ്റർ OM 616 ഡീസൽ എഞ്ചിൻ കഴിഞ്ഞ 30 വർഷത്തിലേറെ ഇന്ത്യൻ ആർമിക്ക് സുപരിചിതമാണെന്നതും ഗൂർഖയ്ക്ക് സൈന്യത്തിലേക്കുള്ള പ്രവേശനം അനായാസമാക്കി.